ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ എത്തേറിയം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഇന്ത്യയിലുണ്ട്. അതാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം വരുന്നത്. ഇനി നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ബിറ്റ് കോയിൻ എത്തേറിയാണ് ഓപ്ഷൻസാണ് ട്രേഡ് ചെയ്യണത്. ബിറ്റ് കോയിൻ്റെ എത്തേറിയത്തിൻ്റെ ഓപ്ഷൻസ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഓപ്ഷൻസാണ് ട്രേഡിങ്. ബിറ്റ് കോയിൻ പല സ്ഥലത്തും പല പ്ലാറ്റ്ഫോമിലും ഇല്ലീഗൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലീഗലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസും കൂടി അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഓപ്ഷൻസ് എടുക്കുക, BTC ETH നമുക്ക് കാണാൻ പറ്റും. ഇത് BTCയുടെ ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ നിലവിലുള്ള റേറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് 1,09,800 റേറ്റ്, CMB വരെ $164 ഒരു ലോട്ടിന്, $152 ഒരു ലോട്ടിന്, പിയിലേക്കും സിയിലേക്കും വേണ്ടിയിട്ട്. അപ്പോൾ BTCക്കും എത്തേറിയത്തിനും ഡെയിലി 5:30 എക്സ്പയറി. അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് കിടക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം 3:30 കഴിഞ്ഞിട്ടുള്ളൂ. 5:30 എക്സ്പയറി വരുന്നത്. അപ്പോൾ ഈ ടൈം പീരീഡിൽ ഈ റേറ്റിന് നിങ്ങൾക്ക് ഒരു ലോട്ട് ചെയ്യാൻ പറ്റും BTC എത്തേറിയം ഓപ്ഷൻസിൻ്റെ ട്രേഡ്സ്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഞാൻ ടെലിഗ്രാമിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ ലിങ്കാണത്. അപ്പോൾ എല്ലാവരും ഇതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഇതിൻ്റെ ട്രേഡ്സ് ഇടുന്നതായിരിക്കും കേട്ടോ, ഡെയിലി. പിന്നെ നമുക്കിന്ന് ഇഷ്ടംപോലെ ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ടാർഗറ്റാണ്, എല്ലാവർക്കും ടാർഗറ്റ് തന്നെയാണ്. ഇനി ടാർഗറ്റ് അടിച്ചിട്ടില്ല, പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. ഒരു ട്രേഡ് എടുത്താൽ വരെ പ്രോഫിറ്റിക്ക് വരുന്ന ഒരു സിനാരി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്, ടോട്ടലി പറയാന്നുണ്ടെങ്കിൽ. നമ്മൾ ഡെയിലി പോൾ ഇടാറൊക്കെ ഉണ്ട്. ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോൾ ഫ്രീ ഗ്രൂപ്പിലത്തെയാണ്. 232 വ്യൂസാണ് വന്നത്. അതിൽ 60 പേരാണ് വോട്ട് ചെയ്തേക്കണത്. പ്രോഫിറ്റ് വന്നത് 19 പേർക്കാണ്. എടുത്തിട്ടില്ല, വാച്ചിങ് അങ്ങനത്തെ ലെവലിലിരിക്കുന്ന ആൾക്കാർ 29 പേരാണ്. ലോസ് ഉള്ളവർ 12 പേരാണ്. ഇന്നത്തെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് ആകെ 3 ട്രേഡ് ആക്ടിവേറ്റ് ആയി. 3 ട്രേഡ് ആക്ടിവേറ്റ് ആയാൽ ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രൈസാണ്. അപ്പോൾ 30 രൂപ വ്യത്യാസമൊക്കെയാണ് കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് 10 പോയിന്റ് എസിലാണെങ്കിൽ നമുക്ക് അതെടുക്കാൻ പറ്റില്ല. പിന്നെ കിട്ടിയത് 2 ട്രേഡാണ്. 2 ട്രേഡ് വന്നത് മിനിമം 10 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. 10-15 പോയിന്റാണ് 2 ട്രേഡും കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് ശോകം തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം. പക്ഷേ ഇന്നത്തെ ദിവസം ബ്ലാസ്റ്റിംഗ് ആയിരുന്നു പെയ്ഡ് ഗ്രൂപ്പിലായിരുന്നു. പെയ്ഡ് ഗ്രൂപ്പിൽ എടുത്ത ട്രേഡിലൊക്കെയും ഫുൾ ടാർഗറ്റിക്ക് പോകുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകളായിരുന്നു പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയത്. അതൊരു ലക്കിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഫ്രീ ഗ്രൂപ്പിലായിരുന്നു ഫുൾ ടാർഗറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പെയ്ഡ് ഗ്രൂപ്പിൽ അങ്ങനെ ട്രേഡ്സ് വരാറുണ്ടായിരുന്നില്ല. ഇന്ന് നേരെ തിരിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ 3 ട്രേഡ് കിട്ടിയുണ്ട് ഫ്രീ ഗ്രൂപ്പിലാകെ. 3ൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ വന്ന ട്രേഡുകളാണ് എന്തൊക്കെ കേട്ടോ. ഈ ടാർഗറ്റ് വന്നുകൊണ്ട് ഇനി നിങ്ങൾ കാണുന്നത് പെയ്ഡ് ഗ്രൂപ്പിൽ വന്ന ട്രേഡുകളാണ്. അപ്പോൾ ഈ ടാർഗറ്റ് വന്ന് പെയ്ഡ് ഗ്രൂപ്പിലാണ്, ഇതും ടാർഗറ്റാണ് പെയ്ഡ് ഗ്രൂപ്പിലാണ്, ഇതും പെയ്ഡ് ഗ്രൂപ്പിലാണ്. 130 പോയിൻ്റൊക്കെ കണ്ട നിഫ്റ്റിയിലത്. 130 പോയിന്റ് നിഫ്റ്റിയിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു പോയിൻ്റാണ്. നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പോയിൻ്റാണ് 130. നമുക്ക് 10 മിനിറ്റ് കൊണ്ടൊക്കെ 100 പോയിന്റ് ഈസി ആയിട്ട് വരും. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ മെയിനായിട്ട് ഇട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയുടെ ഓരോ ഇഞ്ചും, നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ്, ഒരു 12 മണി വരെയുള്ള മൂവ്മെൻറ്റ് എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ച് ബൈ ഇഞ്ച് നിഫ്റ്റിയുടെ എല്ലാ പ്രോഫിറ്റുകളും എല്ലാവരും കിട്ടുന്ന രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് എല്ലാവരും കിട്ടും. ഇതിൽ എവിടെ നിന്നെങ്കിലൊക്കെ നമുക്കൊരു പ്രോഫിറ്റ് വരാനുള്ള വകുപ്പ് ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം പ്രോഫിറ്റ് അല്ല, അത്യാവശ്യം 30-40 പോയിൻ്റൊക്കെ എല്ലാവരും കിട്ടും. അതാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. അപ്പോൾ ഈ കാണുന്ന നിഫ്റ്റിയുടെ പെർഫോമൻസ്, ഇന്നത്തെ ടോട്ടൽ പെർഫോമൻസ് പറയണത്, ഇത് നിങ്ങൾക്കും ക്യാപ്ചർ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതൊക്കെ വരയ്ക്കാറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ നിഫ്റ്റിയുടെ കഥ അതാണ്. നിഫ്റ്റി ഒരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു നിഫ്റ്റിക്ക്. അവിടെ ഇഷ്ടംപോലെ ടാർഗറ്റുകളാണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നിങ്ങളൊരു ബിഗിനറാണ്, നമുക്ക് ട്രേഡിങ് അറിയില്ല, ഞാൻ 5 മാസമായിട്ടുള്ള ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് നമുക്ക് ലോസുകളുണ്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം എൻ്റെ ഒരു ബേസിക് നോളജാണ്. ട്രേഡിങ് എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രീമിയം മെൽറ്റായി പോണത്, നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ എങ്ങനെയാണ് നിഫ്റ്റിക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടായാലും നിങ്ങൾ സീൽ ചെയ്യാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അവിടെ നിഫ്റ്റിക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയാലും നിങ്ങളുടെ സ്ട്രൈക്ക് ചിലപ്പോൾ മെൽറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായാലേ? അങ്ങനത്തെ സിനാരിയോ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിഫ്റ്റി എന്ന് കമൻറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? അങ്ങനെ കമൻറ്റ് ഇട്ട ശേഷം നിങ്ങളുടെ ടെലിഗ്രാമിൽ വരിക, എനിക്ക് DM ചെയ്ത് ചോദിക്കുക, ഞാൻ വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിഫ്റ്റി എന്ന് കമൻറ്റ് ചെയ്യുക, ടെലിഗ്രാമിൽ വരിക. അപ്പോൾ ഓഡിയോ പോയിട്ട് കമൻറ്റ് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഇത്രയും ട്രേഡുകളാണ്. ഇതിൽ പേഴ്സണലി ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്ത ഓപ്ഷൻസും ഉണ്ട്, അല്ലാണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്. രാവിലെ പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡാണത്. 55,500 P. 55,500 P എന്ന് നോക്കുക, 150 പോയിന്റ് ഈസി ആയിട്ടുള്ള ടാർഗറ്റാണ്. ഇത് എക്സാക്ട്ലി നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ 27 തന്നെ ഡേറ്റ് വരുന്നത്. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിൻ്റെ മുകളിൽ കയറി. സെക്കൻഡ് മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്നു. റെഡ് ക്യാൻഡിൽ നിന്ന് മൂന്നാമത്തെ മിനിറ്റ് ക്യാൻഡിൽ തന്നെ ലിമിറ്റിലും വന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് എടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് വാച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കാര്യം. വാച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് ഒരു 10 മിനിറ്റിനുള്ള തന്നെ 150 പോയിന്റ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 150 പോയിന്റ് ഈസി ടാസ്ക് അല്ല, അത് ഞാൻ പിന്നെയും പറയാം. ഇനി അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 640 ഉണ്ടായിരുന്നത്. 640 ഇവിടെ നമുക്ക് റെഡ് ക്യാനിൽ പിന്നെയും വന്ന് ട്രേഡ് ആക്ടിവേഷൻ വരുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം, ഇത്തിരി പ്രൈസ് ഹൈ ആണെന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ എടുക്കണവർക്ക് ഇത് 80 പോയിന്റ് കിട്ടും, അത്രേ ഉള്ളൂ കാര്യം. ഇത് എടുത്തില്ലേലും പ്രശ്നമില്ല കേട്ടോ. ഈ ട്രേഡ് കണ്ടിന്യൂ ചെയ്ത് പോയാലും മതി, മനസ്സിലായില്ലേ? ഫസ്റ്റ് കിട്ടിയ ട്രേഡ് 150 പോയിന്റ് ട്രേഡ് കണ്ടിന്യൂ ചെയ്താൽ 250 പോയിന്റ് മുകളിലേക്ക് പോകാതെ അങ്ങനെ ചെയ്താലും മതി. ഇത് നമ്മുടെ സെൻസസിൻ്റെ ട്രേഡായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ശേഷം ആക്റ്റീവായിട്ട് ആയ ട്രേഡാണ് സെൻസസ്. 2 മിനിറ്റിൽ 450 പോയിന്റാണ് കിട്ടിയാണത്. 400 പോയിന്റിന് ഇവിടെ ഇട്ടാണത്. 450 പോയിന്റാണ് ഈ ട്രേഡ്. 467 പോയിന്റ് നമുക്ക് കാണാം 2 മിനിറ്റിൽ. അപ്പോൾ ഈ ട്രേഡിൻ്റെ കണ്ടീഷൻ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ 27-ാം തീയതിയാണ് ഇന്ന്. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ സെക്കൻഡ് മിനിറ്റ് ക്യാൻഡിലിൻ്റെ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ കയറി 650 ആയിരുന്ന ലെവൽ 520 ലെവലാണ്. പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ കണ്ടില്ല. പക്ഷെ അത് പ്രൈസ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ലെവൽ 650 വെയിറ്റ് ചെയ്യണം. 650 വെയിറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ കറക്റ്റായിട്ട് ബോഡി ലോസ് ആണ്. ഗ്രീൻ ക്യാൻഡിലൂടെ ലോസ് ചെയ്തു. റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് കറക്റ്റായിട്ട് എൻ്റെ മുകളിൽ ലോസ് ചെയ്തു, മനസ്സിലായില്ലേ? ഈ ക്യാൻഡിലിൻ്റെ മുകളിലാണ്, ഞാൻ തന്ന ലെവലിൻ്റെ മുകളിലാണ് എൻ്റെ ബോഡി ലോസ് റെഡ് ക്യാൻഡിൽ വന്നത്. അപ്പോൾ തന്നെ ട്രേഡ് ആക്ടിവേറ്റ് ആയി. നിങ്ങൾക്ക് അത്രയും ഡിമാൻഡിലാണ് കിട്ടണത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ടൊക്കെ എടുക്കാം കേട്ടോ. 650 പഠിക്കാൻ പറഞ്ഞു, 52-ലാണ് നമുക്ക് ട്രേഡ് കിട്ടണത്. അപ്പോൾ നമുക്ക് ഉടനടി പഞ്ച് ചെയ്യാം. 40 പോയിന്റാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ് ഇത്. ആ ട്രേഡ് അപ്പോൾ എടുക്കാത്തവർക്ക് ഈ പറഞ്ഞ 450 പോയിന്റൊന്നും കിട്ടില്ല. രണ്ടാമത്തെ മിനിറ്റ് ക്യാൻഡിൻ്റെ ഒരു ക്യാൻഡിലാകുമ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക, മനസ്സിലായാലേ? അല്ലെങ്കിൽ അവിടുന്ന് ചാടി കയറി നമുക്ക് ഈസി ആയിട്ട് എന്തായാലും 10-300 പോയിന്റ് നാളെ കഴിഞ്ഞിരിക്കും. 450 പോയിന്റ് 2 മിനിറ്റിൽ പോകാന്ന് പറയുമ്പോൾ അത്രയും വലിയ മൊമെൻ്റ് അവിടെ വന്നതാണ് രാവിലെ തന്നെ. രാവിലത്തെ മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലുത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന 250 സീലാണ് നിഫ്റ്റിയാണ്. ഈ ട്രേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയതാണ്. ഫ്രീ ഗ്രൂപ്പിൽ ഈ ട്രേഡ് കിട്ടി നമുക്കൊരു 11 പോയിന്റാണ് ഈ ട്രേഡ് നമുക്ക് കിട്ടി തന്നേക്കണത്. അതിനുശേഷം 10 ക്യാൻഡിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 ക്യാൻഡിൽ ഈ സംഭവം ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എക്സിറ്റ് അടിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഫ്രീ ഗ്രൂപ്പിൽ. അതിനുശേഷം വന്ന ട്രേഡാണ് ഇത്. സെയിം പ്രൈസിൽ തന്നെയാണ് വന്നത്. പക്ഷെ നിങ്ങൾ ഇത്തിരി മുകളിൽ നടക്കണമെന്ന് മാത്രം. അതായത് 125 പറഞ്ഞ ട്രേഡ് 129 എടുക്കണം. ഒരു 3.5 രൂപ വ്യത്യാസം നിങ്ങൾക്ക് എടുക്കണം. അങ്ങനെ എടുത്താലാണ് ഈ പ്രോഫിറ്റിക്ക് പോവുക. ഇത് 130 പോയിന്റാണ് വൺ വേയിൽ പോയിക്കണത് കേട്ടോ. 130 പോയിന്റ്. നമുക്ക് 50 പോയിന്റാണ്, 100 പോയിന്റാണ്, 150 പോയിന്റാണെങ്കിലും ഏതാണെങ്കിലും എടുത്തിട്ട് എക്സിറ്റ് അടിക്കാൻ പറഞ്ഞൊരു സിനാരിയിലുണ്ടായിരുന്നു. അടിപൊളി ട്രേഡായിരുന്നു അന്നത്തെ. പിന്നെ ഈ ട്രേഡ് നമുക്ക് SL-ആണ്. ബാങ്ക് നിഫ്റ്റിയിലാണ് കിട്ടിയത്. ബാങ്ക് നിഫ്റ്റി ആ ട്രേഡൊക്കെ എടുത്ത് പ്രോഫിറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് SL പോയാലും വലിയ വിഷയം വരില്ല. തിരിച്ച് കാരണം നേരത്ത് ഇവിടെ നിങ്ങൾക്ക് വലിയൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനത്തെ ഒരു വലിയൊരു മൂവ്മെൻറ്റ്, മനസ്സിലായാലും ഇങ്ങനത്തെ ഒരു വലിയ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നേരത്ത് നമുക്ക് ബോഡി ലോസും ഇമ്പോർട്ടൻ്റ്. റെഡ് ക്യാനലിൻ്റെ ബോഡി ലോസ് അടിയിലാണ് ഇവിടെ വന്നേക്കണത്. ഈ 2 റെഡ് ക്യാനലിൻ്റെ ബോഡി ലോസ് അടിയിലാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചാടി പോകണവർക്ക് കയറി പോകുന്നുള്ളൂ. അങ്ങനത്തെ ആവശ്യമില്ല. നമുക്ക് എന്താ നിഫ്റ്റിയുടെ ആ ടൈമിൽ ആക്ടിവേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതിനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈസിയായിട്ട് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്കുണ്ടായിരുന്നത് 82,300-ലാണ്. ഇത് സെൻസസ് ആണ്. സെൻസസിൽ ലിമിറ്റിൽ നിന്ന് എടുത്തവർക്കാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഇത്തിരി മുകളിൽ നിന്ന് എടുത്തവർക്കാണെങ്കിലും ശരി, ഒരു 10 പോയിന്റ് മുകളിൽ നിന്ന് എടുത്തവർക്കാണെങ്കിലും ശരി, 200 പോയിന്റ് പോയിന്റ് ഫുൾ ടാർഗറ്റാണ് കേട്ടോ. 200 മാത്രമല്ല, ഇതൊരു 300 പോയിന്റ് ഏകദേശം പോയിട്ടുണ്ട്. നമ്മൾ 200-ൻ്റെ കാര്യം സംസാരിക്കണമെന്ന് മാത്രം. ഇത് 24,750 PE ആണ്. PE ശരിക്കുള്ള ട്രേഡാണ്. 30 പോയിന്റ് പോലുള്ള ട്രേഡാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇത് 24,700 PE ആണ്.
അഗൈൻ ബി ആണ്. ഇതൊരു 17 പോയിന്റ് മുകളിലേക്ക് പോയ ശേഷം അടിക്ക് വന്നതാണത്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ ഇറങ്ങാന്ന് വെച്ചാൽ അത് നടക്കും. പിന്നെ ഈ ട്രേഡ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ട്രേഡ് ആയിരുന്നു. 24,800C 90 പോയിന്റാണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. റെഡ് ക്യാൻഡിൽ ലോസ് നിന്ന് ട്രേഡ് എടുക്കാം. 10 പോയിന്റോടെ എസ്എല്ല് കറക്റ്റ് വെച്ചിട്ടുണ്ട്. റെഡ് ക്യാൻ്റെ ബോഡി ലോസിന് ശേഷം ഒരു 4-5 ക്യാനിലോണ്ട് തന്നെ 90 പോയിന്റ് പോയിട്ടുണ്ട്. അല്ല, 9 ക്യാനിലോണ്ട് 90 പോയിന്റ് പോയി. 9 ക്യാനിലോണ്ട് 90 പോയിട്ടുള്ള ട്രേഡാണ് ഇത്. 24,900 ആണ് കേട്ടോ. 24,900 ഞാൻ പേഴ്സണലി കൊടുത്ത ട്രേഡ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഫുൾ ടാർഗറ്റാണ്. 50 പോയിന്റിൻ്റെ ആണ്. ഇത് പേഴ്സണലി ഒരാൾ കൊടുത്തതാണ്, ഗ്രൂപ്പിലിട്ടതൊന്നുമല്ല. നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ട്രേഡിങ് അത്ര എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല. അത് ഞാൻ എളുപ്പമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ന് ഹ്യൂജ് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ടാവും. ഹ്യൂജ് പ്രോഫിറ്റ് കേട്ടോ, നല്ല പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഈസി ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നമുക്ക് ബേസിക്കലി എളുപ്പമല്ല ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കാൻ. നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം നിഫ്റ്റിയുടെ ലെവൽസാണ്. നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്താലും നമുക്ക് ട്രേഡ് കിട്ടണം. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിഫ്റ്റി പിയിലേക്ക് പോയാലും പെട്ടെന്ന് സിയിലേക്ക് വന്നാലും എങ്ങനെ പോയ മൂവ്മെൻറ്റ് എടുത്താലും നമുക്ക് ഫസ്റ്റ് കയറാൻ പറ്റണം ട്രേഡിൽ. മനസ്സിലായില്ലേ? അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് റേറ്റ് ഇരിക്കണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ക്യാൻഡിൽസിൻ്റെ ഒപ്പം പോകാനേ പറ്റുള്ളൂ. നിഫ്റ്റിനെ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിഫ്റ്റിനെ പ്രഡിക്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊന്നും എളുപ്പമുള്ള കാര്യമല്ല. നിഫ്റ്റി ഇങ്ങോട്ട് പോകും. നിഫ്റ്റി 24,500 എത്തും എന്ന് വെച്ചിട്ട് നമ്മൾ 20,000 നിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനും നേരം കാണുള്ളൂ. നിഫ്റ്റിയൊക്കെ അടിയിലേക്ക് പോകും. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം നിഫ്റ്റി ക്യാൻഡിൽസിൻ്റെ ഒപ്പം മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിഫ്റ്റി എന്ത് ചെയ്യണോ അതേപോലെ നമുക്ക് മൂവ് ചെയ്യാം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നണ കാരണം ഞാനിത് ഇങ്ങനെ ചെയ്യണോണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നണത്. നമുക്കിന്നൊരു 11:30-12 മണിക്കും ഒരു 10 ട്രേഡ്സിൻ്റെ മുകളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ടാർഗറ്റുകൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പൊക്കെ ഇഷ്ടംപോലെ ടാർഗറ്റുകളാണ്. പിന്നെ ഇവരുടെ ഗ്രീഡി ആക്കേണ്ട കാര്യങ്ങൾ എനിക്കില്ല. ഒരു ടാർഗറ്റ് 2 ടാർഗറ്റ് അടിച്ചാൽ നിർത്തുന്ന ആൾക്കാരുള്ള കാലഘട്ടമാണത്. അപ്പോൾ അവിടെ ഞാൻ ഇത്രയും ടാർഗറ്റുകൾ പറയുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഫസ്റ്റ് പോയിട്ട് എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ ട്രേഡിങ് കാണുക. മനസ്സിലായില്ലേ? ഞാൻ ഡെയിലി ഓരോ ലെവൽസ് ഉണ്ടാവും. ആ ലെവൽസിൻ്റെ മുകളിലാണ് ഇതൊക്കെ കിട്ടണത്. അപ്പോൾ ആ ലെവൽസ് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ, നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പിന്നെയും പറയാം, എൻ്റെ ഈ കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളാരും ഒറ്റയ്ക്ക് എടുക്കാൻ നിൽക്കരുത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിഫ്റ്റി ഭയങ്കര സീനാണ് എടുക്കാൻ. പിന്നെ ബാങ്ക് നിഫ്റ്റി അനുസരിച്ചാണെങ്കിലും ഈസി ആയിട്ട് SL പോണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. നിഫ്റ്റി പിന്നെയും നിങ്ങൾക്ക് കുറച്ച് നേരം ടൈം വരും. പക്ഷേ ബാങ്ക് നിഫ്റ്റിയൊക്കെ വൻ മൊമെൻ്റാണ്. ഈസി ആയിട്ട് SLകളൊക്കെ ഹണ്ടായി പോകും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കൊരു നിങ്ങളുടെ കയ്യിൽ ഒരു കണ്ടീഷൻ വേണം, ഒരു മെത്തേഡ് വേണം, ഒരു സിസ്റ്റം വേണം നിങ്ങളുടെ കയ്യിൽ. മനസ്സിലായില്ലേ? എന്നാലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് പറഞ്ഞ കണ്ടിന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ട്രൈക്കുകൾ പല ടൈമുകളിൽ എടുത്ത ട്രേഡുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ലെവലിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ഈസിയാണ് കാര്യം. വളരെ ഈസിയാണ് ഈ മെത്തേഡ്. എല്ലാവർക്കും ഇപ്പോഴും നമ്മുടെ ട്രേഡിങ്ങിൽ സക്സസ് ആവാത്ത ഓരോ ആൾക്കാരുണ്ട്. കാര്യങ്ങളെല്ലാം അറിയാം. എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ മെത്തേഡ്സും ഇനി പുതിയത് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട് അതും എല്ലാവർക്കും എല്ലാതും അറിയാം. അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും സക്സസ് റേറ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡാണ്. നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്ക് ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കോഴ്സ് തന്നെയാണത്. കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ബൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഇതിൽ ലോസ് വരില്ല. ഞാനിതിൽ SL അടിക്കില്ല എന്നല്ല പറയണത്. നിങ്ങളൊരു ദിവസം മര്യാദയ്ക്ക് ട്രേഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലിരിക്കാൻ പറ്റുമെന്നാണ് പറയണത്. നല്ല ട്രേഡുകൾ വരുന്ന ദിവസം നിങ്ങൾക്ക് ബമ്പർ ട്രേഡുകൾ കിട്ടും. അതുവരെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു പ്രോഫിറ്റ് ഒരു ലോസ് ഇല്ലാത്ത രീതിയിലൊക്കെ കറക്റ്റായിട്ട് പോകാൻ പറ്റും. നല്ല ദിവസങ്ങളിൽ അടിപൊളി പ്രോഫിറ്റ് വരുത്താനും പറ്റും. ഞാനിതിൻ്റെ ഒരു ആക്യുറസി കൊടുത്തത് 7/10 ആണ്. മനസ്സിലായാലേ? നമുക്കൊരു 3 ട്രേഡൊക്കെ SL വരാൻ സാധ്യതയുണ്ട് ഒരു ദിവസം. ഞാൻ ഒരു ദിവസത്തിന് കണക്കാണ് 10 പറഞ്ഞത്. 10 ട്രേഡിൽ 3 ട്രേഡൊക്കെ ചിലപ്പോൾ SL വരാം. പക്ഷേ 7 ട്രേഡ് നിങ്ങളൊപ്പം നിൽക്കും. 7 ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 പോയിന്റ് അല്ലെങ്കിൽ 15 പോയിന്റ് എന്തായാലും കിട്ടുന്നതാണ് ഞാൻ പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗോൾഡിലോ ബിറ്റ് കോയിനിലോ
കറൻസി പേയേഴ്സിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്താൽ അതിൽ പ്രോഫിറ്റ് വന്നോളൂ കേട്ടോ. എപ്പോഴും ഒരു മൂവ്മെൻറ്റുള്ള മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ്. പിന്നെ നിഫ്റ്റി പൊതുവേ ഈ ഫോറക്സിലേക്കൊക്കെ പോകാനുള്ള കാരണം അവിടുത്തെ ഒരു നല്ലൊരു പ്രോഫിറ്റ് പ്ലസ് അവിടുത്തെ ഒരു മൊമെൻ്റാണ്. നിങ്ങളെപ്പോഴും ഒരു വലിയ വലിയ ക്യാൻഡിൽസിന് അല്ലെങ്കിൽ ഇന്നൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ന്യൂസ് വരുന്ന ആദ്യമേ പറയുക അവർ ഈ ന്യൂസാണ് വരണേന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം ടൈമിന് ഇത് ഇടിയും അല്ലെങ്കിൽ കയറുന്നു. അപ്പോൾ അങ്ങനെ ട്രേഡിങ് വളരെ ഈസിയാണ്. ഇന്ത്യൻ മാർക്കറ്റ് എന്നാൽ വളരെ ടഫാണ്. ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും ടഫുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇത്രയും മാനിപ്പുലേഷൻസ് നടക്കുന്ന മാർക്കറ്റ് വേറെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാർക്കറ്റിലാണ് ഇങ്ങനത്തെ ഓരോ ട്രേഡുകളും ഇത്രയും പ്രോഫിറ്റ് വരണത്. അപ്പോൾ ഞാൻ അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു സ്വാഭാവികം മാത്രമാണ് കാര്യങ്ങൾ, മനസ്സിലായാലും. അതിനുവേണ്ടി നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് കേട്ടോ. ട്രേഡ് എടുത്ത ആൾക്കാർക്ക് പ്രോഫിറ്റ് വന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കമൻസിലൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നാളെ ബുധനാഴ്ചയാണ് അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.